സാംസ്കാരിക മന്ത്രി എന്നാണ് വെപ്പ്. സാംസ്കാരിക ദോഷം മാത്രം, സമൂഹത്തിന് അപകടമുണ്ടാക്കുന്ന കാര്യം മാത്രം പറയുന്ന ഒരു മന്ത്രിയായി മാറിയിരിക്കുകയാണ് സജി ചെറിയാൻ. ആലപ്പുഴയിലെ ആളുകൾക്ക്, ആലപ്പുഴയിലെ പാർട്ടിക്കാർക്ക് ഒരുപക്ഷെ കൺകണ്ട ദൈവമൊക്കെ ആയിരിക്കാം സജി ചെറിയാൻ. പക്ഷേ കേരളക്കരയിൽ CPM-നെയും ഇടതുമുന്നണിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു വലിയ മാരണമായി മാറുകയാണ്, ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സജി ചെറിയാൻ. ഒരിക്കൽ നാവുപിഴ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന വ്യക്തിയാണ്. പിന്നീട് കോടതിയിൽ നിന്ന് അനുകൂല പരാമർശം ലഭിച്ചു. അങ്ങനെ തിരിച്ച് മന്ത്രിസഭയിൽ എത്തിയ വ്യക്തിയൊക്കെയാണ്. പക്ഷെ കുറച്ചുകൂടി മാന്യതയും അച്ചടക്കവും ഒക്കെ പറയുന്ന ഭാഷയ്ക്ക് വേണ്ടിയിരുന്നു, വേണമെന്ന പൊതുവെ വിമർശനം ഉയരുന്നുണ്ട് സജി ചെറിയാനെതിരെ. ഈ സജി ചെറിയാനെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ ഇന്ന് വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. സമസ്ത പറയുന്നത് ഉത്തരേന്ത്യയിൽ മോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പയറ്റുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ സജി ചെറിയാനും AK ബാലനും ഒക്കെ പയറ്റുന്നതെന്നാണ്. 2014 മോദി ഉത്തരേന്ത്യയിൽ പ്രസംഗിച്ച് നടന്നത് ഇങ്ങനെയാണ്: ജയിച്ചു വരുന്ന ആളുകളെ നോക്കൂ, അവര് ആരാണ്, അവരുടെ വേഷം നോക്കൂ എന്ന് മോദി പ്രസംഗിച്ചിരുന്നു. ഇവിടെ പറയുന്ന സജി ചെറിയാൻ പറയുന്നത് അവരുടെ പേര് നോക്കൂ എന്നാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മതനിരപേക്ഷത പറഞ്ഞ CPM-ന് ലഭിച്ചത് ഒരേ ഒരു സീറ്റാണ്. ഒരേ ഒരു വാർഡിൽ മാത്രമാണ് CPM വിജയിച്ചത്. മതനിരപേക്ഷത പറയുന്നു എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന് ലഭിച്ചത് 2 സീറ്റാണ്. എന്നാൽ ശുദ്ധ വർഗീയത പറയുന്ന BJP-ക്ക് ലഭിച്ചത് 12 സീറ്റാണ്. മുസ്ലിം ലീഗിന് ലഭിച്ചത് 22 സീറ്റാണ്. ഇത് ഈ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഇത് അപകടകരമായ സാഹചര്യം എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. സജി ചെറിയാൻ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ വസ്തുതയൊക്കെ ഉണ്ട്, അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല. വർഗീയതയൊക്കെ കേരളത്തിൽ വേരോട്ടം നടത്തിയിട്ട് കാലം കുറെയായി. ഇത് സജി ചെറിയാൻ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെങ്കൊടി പിടിക്കുന്നവന്റെയും മുണ്ടിനടിയിൽ കാക്കി ട്രൗസറാണ് എന്നുള്ള പരമാർത്ഥം സജി ചെറിയാനൊക്കെ മറന്നു പോകുന്നു. അതുപോലെ കഥാധാരികളുടെയും മുണ്ടിന് അടിയിൽ കാക്കി ട്രൗസർ ഇട്ടിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും വർഗീയതയുടെ വിഷം ഇൻജക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ നോക്കി തന്നെയാണ് ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നത്. വേറൊന്നുമല്ല, ഭയമാണ്, ഭയപ്പാട് തന്നെയാണ് കേരളത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റ് ഇടതുമുന്നണിയാണ് കേരളം ഭരിക്കുന്നത്, ഇവിടെ വർഗീയ ലഹളയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ആളുകളുടെ മനസ്സിൽ വർഗീയത ഉണ്ടായിട്ടുണ്ട്. അതിന് വളക്കൂറ് ഒരുക്കിയതിന്റെ ഒരു പങ്ക് CPM-ഉം ഏറ്റെടുത്തേ കഴിയുകയുള്ളൂ. CPM-ഉം അതിന് ഉത്തരവാദികളാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, P ജയരാജൻ എന്നൊരു റെഡ് ആർമി കോമ്രേഡ് ഉണ്ട്. P ജയരാജനൊക്കെ ചെയ്ത ചില ആശയങ്ങളുണ്ട്. ബാലസംഘം, അതായത് BJP-യുടെ ശോഭയാത്ര നടക്കും കൃഷ്ണാഷ്ടമിക്ക്, ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭയാത്ര. അതൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളും ആസ്വദിച്ചിരുന്ന, ആഘോഷിച്ചിരുന്ന ഒരു പരിപാടിയാണ് ശോഭയാത്ര. ആ ശോഭായാത്ര BJP ഹൈജാക്ക് ചെയ്യുന്നു, വർഗീയതയാണ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ബദൽ യാത്ര, ബാലസംഘത്തിന് ബദൽ യാത്ര നടത്തി. അതുപോലെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വർഗീയത വളരാൻ ഇട്ടുകൊടുത്ത വഴിമരുന്നാണ്, അല്ലെങ്കിൽ വെടിമരുന്നാണ്. അങ്ങനെയൊന്നും ചെയ്യാതെ അതിനെ അതിന്റെ വഴിക്ക് വിട്ടിരുന്നുവെങ്കിൽ അത് എല്ലാ വിഭാഗം ആളുകളും ആസ്വദിക്കുന്ന ഒരു ശോഭായാത്രയും സംഭവമായിട്ട് മാറിയത്. അല്ലാതെ അതിന് പ്രതിരോധം സൃഷ്ടിക്കാൻ എന്ന തരത്തിൽ പിള്ളേരെല്ലാം അതിന്റെ പുറകെ പോകുന്നു, അതുകൊണ്ട് പിള്ളേരെയൊക്കെ ഇങ്ങോട്ട് പിടിക്കണം എന്ന് പറഞ്ഞ് ചെയ്തു വെച്ച ഏർപ്പാടാണ്. അപ്പൊ പിള്ളേരെല്ലാം അങ്ങോട്ട് തന്നെ പോയി. ഇപ്പൊ ജയരാജനെ ചില ഇടങ്ങളിൽ വിവാദ പ്രസ്താവനയുമായി കാണാറുണ്ടെങ്കിലും വെടിപോയ എന്താണ്, കാറ്റുപോയ ടയർ പോലെ ആണ് ജയരാജന്റെയും അവസ്ഥ. ഇത് ഞാൻ പറയേണ്ടി വന്നതാണ്. കാരണം സുപ്രഭാതം അമ്മാതിരിയുള്ള വിമർശനമാണ് പാർട്ടിക്കെതിരെയും അതുപോലെ തന്നെ സജി ചെറിയാനെതിരെയും ഉന്നയിക്കുന്നത്. എന്നിട്ട് ഒരു വരി അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. പണ്ട് വർഗീയത, കേരളത്തിൽ വർഗീയത കൊടികുത്താൻ ശ്രമിച്ചെടുത്തൊക്കെ CPM പ്രതിരോധം സൃഷ്ടിക്കുകയും, ജയരാജന്റെ മാതിരിയുള്ള പ്രതിരോധമല്ല, അല്ലാതെ പ്രതിരോധം സൃഷ്ടിക്കുകയും ധാരാളം രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്ത പ്രസ്ഥാനമാണ് CPM. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ഈ ജയരാജനും പ്രതിരോധം സൃഷ്ടിച്ച് ജീവിക്കുന്ന രക്തസാക്ഷിയൊക്കെയാണ്, അതിനൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷെ ചില സമയത്ത് ആശയപരമായ ദാരിദ്ര്യം കാണിക്കുകയും താനാണ് CPM-ന്റെ തലതൊട്ടപ്പൻ എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യും. അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. അവിടെയാണ് കുഴപ്പം. ആ കുഴപ്പമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട നേതാവാണെന്നോ മോശപ്പെട്ട മനുഷ്യനോ എന്ന് ഞാനും പറഞ്ഞില്ല, വേറെ ആരും അങ്ങനെ പറയാൻ ഇടയും ഇല്ല.
ഇല്ല. ഏതായാലും സുപ്രഭാതം സജി ചെറിയാനെയും സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാടുകളെയും വലിച്ചു കീറി ഓട്ടിക്കുന്നുണ്ട്. അത് വലിയ രാഷ്ട്രീയ സംഭവം തന്നെയാണ്.